ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്ന് ജാനുവരി 1 ഡേ 3 ആണ്. നമ്മൾ ഇന്ന് ചെക്കൗട്ടാണ് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ലേക്ക്, അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് സൈക്കിളുള്ളത്. സൈക്ലിങ്ങിന് പോകാൻ പറ്റണത്. ഒരു റൗണ്ട് നമുക്കിങ്ങനെ ചുറ്റി വരാം. അപ്പം അത് പോയിണ്ടായിരുന്നില്ല, ഇന്നലെ അടച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ അതിനൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും 11 മണിക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് അവിടെ ഒന്ന് പോയി സൈക്കിൾ ചവിട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇപ്പോൾ സമയം 8:45 ജുഗു ഉറങ്ങുകയാണ്. ജുഗു എണീക്കാൻ നിൽക്കുമ്പോഴത്തേനും ലേറ്റാവും. എങ്ങനെയാണെങ്കിലും അവനെ വാശി പിടിപ്പിച്ച് എണീക്കൽ തന്നെ നടക്കുള്ളൂ. അപ്പോൾ അത് കാരണമുണ്ട് ജുഗുവിനെ എടുത്ത് തോളത്തിട്ടു. അവിടെ എത്തുമ്പോൾ സൈക്കിളിൽ കയറാറാകുമ്പോൾ എണീക്കുന്നുള്ള പ്രതീക്ഷയിൽ എടുത്ത് തോളത്തിട്ടു. ഇന്നലെ അതെ ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ ലേറ്റായിട്ട് വിളിച്ചാലും അവൻ തന്നെ എണീറ്റിട്ടും വാശി തന്നെയായിരുന്നു. പിന്നെ കണക്കാം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ നടക്കുകയാണ് കേട്ടോ. അതെ, പറഞ്ഞു കഴിഞ്ഞില്ല, ഒരാളെ എണീറ്റുണ്ട്. ബസ് സ്റ്റാൻഡ്, അതെ ബസ് സ്റ്റാൻഡ്. ജുഗുനും അമ്മു മാച്ച് എന്തായാലും ഉണർന്നുണ്ടാവും. പിന്നെ സൈക്കിളിൻ്റെ സ്ഥലത്ത് എത്തുമ്പോൾ അവനെ എണീറ്റോളും. വെളുപ്പിന് തന്നെ കൊടൈക്കനാൽ ടൗൺ ഇങ്ങനെ ഇരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സജീവമായി തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അടുത്തുള്ള നമ്മുടെ സൈക്കിൾ സ്റ്റാൻഡിലെത്തി. 100 രൂപയാണ് കേട്ടോ ഒരു റൗണ്ട് ചുറ്റാൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തണം. ഒരു റൗണ്ട് ചുറ്റാനെന്നല്ല, അരമണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തണം. അപ്പോൾ 100 രൂപ. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. പ്രത്യേകിച്ച് മോർണിംഗ് ടൈം ആയതുകൊണ്ട് എനിക്ക് നന്നായി എന്ന് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം വെഹിക്കിൾസ് ഒന്നുമില്ല. നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഇങ്ങനെ ചവിട്ടാൻ പറ്റും. നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് നമുക്കിങ്ങനെ ചവിട്ടാൻ പറ്റും. ഒരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇത് റൗണ്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി മസാല ടീ കുടിച്ചു. സെയിം കടയിലെത്തി മസാല ടീ കുടിച്ചു. സൈക്കിൾ അവിടെ ഏൽപ്പിച്ച് നമ്മൾ റിസോർട്ടിലെത്തി പോകാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മുടെ ചെക്കൗട്ടാണല്ലോ. അങ്ങനെ നമ്മളിത് തിരിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ നല്ല ഫോഗ് ഉണ്ട് കേട്ടോ രാവിലെ. ഇന്നലെ അധികം തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നല്ല തണുപ്പുണ്ട്, നല്ല ഫോഗ് ഉണ്ട്, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കലും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കുകയാണ്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ഏകദേശം പാക്ക് ചെയ്തു. നമ്മുടെ ബ്രൂട്ടൺ റിസോർട്ടിനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൗണിൽ നോക്കിയാലോ അറിയാതെ നല്ല ഫോഗ് ഉണ്ട് കണ്ടോ. ഇങ്ങനെ മഞ്ഞിനെ പറക്കുന്ന കണ്ടോ. പക്ഷെ നല്ല രസമാണ്, ഇങ്ങനെ പോകാനൊക്കെ നല്ല രസമാണ്. ഈ സമയത്താണെങ്കിൽ നടക്കാനൊക്കെ നല്ല സുഖം, വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം നമുക്ക് കൊടൈക്കനാൽ പോവാട്ടോ. ഇറങ്ങി നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ചെക്കൗട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല കോടയുണ്ട്. ഇന്നലത്തെ പോലെയല്ല. അതെവിടെയാ സൂര്യേട്ടാ? മലയുടെ ഉള്ളിലല്ലേ? നമ്മള് ക്യാരറ്റും പിന്നെന്താ ലിച്ചി വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാണ്. വാങ്ങിച്ചു കേട്ടോ. ഡേ 1 വ്ളോഗിൽ ഞാൻ കാണിച്ചു തന്നില്ലേ കാസ്കേഡ് വാട്ടർഫോൾ, അതാണ് കേട്ടോ ഇത്. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളെ വെൽക്കം ചെയ്ത വാട്ടർഫോൾ ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കൊടൈക്കനാലിലെ ലാസ്റ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ തേനി കമ്പം റൂട്ടിലാണ് കേട്ടോ തിരിച്ചു പോയത്. അപ്പം തേനിയിലെത്തിയിട്ടുണ്ട്. അപ്പം അവിടെയുള്ള സൈഡിൽ കാണുന്ന വ്യൂസ് ആണ് കേട്ടോ ഇത്. ഈ മല എന്തോ രസമായിട്ട് തോന്നി, നല്ല രസമായിട്ട് തോന്നി, അതാണ് അത് കാണിച്ചത്. നമ്മൾ എന്നിട്ട് അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് ഈ വ്യൂ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളിപ്പോ എവിടെയാ, സ്ഥലം ഏതാന്ന് അറിയില്ല കേട്ടോ. ആക്ച്വലി ഞങ്ങള് ബോർഡർ ആണല്ലേ. ഞങ്ങളിപ്പോ തമിഴ്നാട് കേരള ബോർഡറിൽ എവിടെയോ ആണ്. ഇതാ കണ്ട നല്ല രസമില്ലേ ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങൾ ആക്ച്വലി തേനി കമ്പം റൂട്ടിൽ തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ തേനിയിലേക്ക് ടൗൺ പോലത്തെ സ്ഥലത്ത് കൂടെ പോരണം, അല്ലാണ്ട് നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊന്നുമുള്ള ഏരിയ കൂടെ അല്ല പോരണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോരുകയാണെന്നിട്ട് ഞങ്ങൾ താഴെ എത്തിയെന്നാണ് വിചാരിച്ചത്. ആക്ച്വലി മലയുടെ താഴെ എത്തിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ താഴെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും മലയുടെ മുകളിൽ കയറി. അങ്ങനെ പിന്നെ 17 ഹെയർ പിൻ കേർവ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് കയറിക്കൊണ്ടിരിക്കുകയല്ല. ഫസ്റ്റ് കേർവ് മാത്രമാണ് നമ്മൾ കയറി കഴിഞ്ഞത്.
ഇത് നമ്മളെ ഹെയർ പിൻസൊക്കെ കയറി കഴിഞ്ഞ് മുകളിലെത്തുമ്പോൾ ഒരു വ്യൂ ഉണ്ട്. ആൾക്കാരൊക്കെ നിൽക്കണപ്പോൾ ഞങ്ങളും കാർ നിർത്തി ഇറങ്ങിയതാണ്. പക്ഷെ വലിയ രസമായിട്ട് തോന്നിയില്ല, നേരത്തെ കണ്ട പോലെ തന്നെ ഉള്ളൂ. പിന്നെ ഇത് അവിടെ ഓടുന്ന KSRTC അല്ല, അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. എനിക്കിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നി, അതാണ് കേട്ടോ. ഞങ്ങളപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് എത്തി കുറച്ച് നേരമായിട്ടോ, ഫ്രഷായി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വന്ന് കയറിയതൊന്നും എടുത്തില്ല. കാരണം വഴിയിൽ വെച്ചിട്ട് ജുഗ്നൂന് ചെറുതായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. 2 തവണ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചു, വലിയ കാര്യമായിട്ടില്ല. മേ ബി നമ്മൾ വന്ന വഴി കുറച്ച് വളവും തിരിവും കൂടുതലുള്ള വഴിയാണല്ലോ, അത് മേ ബി അതായിരിക്കും. അതും ചെറുതായിട്ട് പറഞ്ഞ പ്രോബ്ലം ഉണ്ടോ എന്ന് സംശയമുണ്ടെന്ന്. ഒന്നും അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ എല്ലാ തിരക്കൊക്കെ കാരണം കൊണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ പിന്നെ വഴിയിൽ നിന്ന് കഴിച്ചിട്ട് വരണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവന് ചെറിയൊരു അങ്ങനെ വയറിന് വയ്യായി ഉണ്ടോ എന്ന് സംശയമായിട്ട് ഞങ്ങൾ പിന്നെ കഴിച്ചില്ല. ഇവിടെ വന്നിട്ട് പാഴ്സൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കഞ്ഞി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവനത് കുടിച്ചു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ അർബൻ പറാത്ത ഉണ്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട്. അത് നമ്മൾ അവിടെ നിന്ന് ഫുഡ് പാഴ്സൽ വാങ്ങിച്ചു, കഴിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഉറങ്ങാൻ പോവുകയാണ്. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഡേ 3 ഇവിടെ അവസാനിക്കുകയാണ്. കൊടൈക്കനാൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ടാറ്റാ.